ഉസ്താദേ പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. മനീഷ മനീഷ് മനീഷ ചന്ദ്ര പിന്നെ കൊയിലാളാ. ഉസ്താദ് വന്നാട്ടെ. നിനക്കൊരു ബ്രാ ഇട്ട് നടന്നൂടെ? ഇത് റീച്ച് കൂട്ടാൻ വേണ്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്ന ഈ സാരി ഡെയ്സിക്ക് തീരെ യോജിക്കുന്നില്ല. ജപ്പാനിൽ എല്ലാവരും കിമോണയാണ് ധരിക്കുന്നത്. നീ എവിടെയാണ് കയറി കയറി പോണത്? അനാവശ്യം പറഞ്ഞ ഇവനടിച്ചടിയായിരിക്കില്ല, അടിച്ചാൻ അണപ്പല്ല് താഴിടും. എന്റെ കമന്റ്സ് ഇട്ട് എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും വേണ്ടി ഞാനിത് സമർപ്പിക്കുകയാണ് കേട്ടോ. ആയിക്കോട്ടെ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. നിങ്ങൾ ചോദിച്ചൊരു സാധനം ഞാൻ ക്ലാരിഫൈ ചെയ്തുതരാം. ഇതാണ് സ്ത്രീകൾ ഇടുന്ന ബ്രാ. ഇത് പ്രത്യേകിച്ച് ഒരു പാഡും കൂടി ഉണ്ട് നിപ്പിള് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ച നിപ്പിള്. നിങ്ങൾ ഉദ്ദേശിച്ച നിപ്പിള് ഇതാണ് ബ്രാ. ഞെട്ടിയില്ലേ? ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. നമ്മൾ ഈ ബ്രാ ഇടുന്നത് നിപ്പിള് കവർ ചെയ്യാൻ വേണ്ടിയല്ല. സ്ത്രീകൾക്ക്, എന്നെ പോലുള്ള സ്ത്രീകൾക്ക് നെഞ്ചു തൂങ്ങും. സുന്ദര, നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നുമില്ല. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ബ്രാ ഇടുന്നത്. അല്ലാണ്ട് നിങ്ങളെപ്പോലുള്ള ആഭാസന്മാരെ നിപ്പിള് കാണുമോ ക്ലീവേജ് കാണുമോ എന്നൊക്കെ നോക്കി നടക്കാൻ എനിക്ക് പറ്റുമോ? എനിക്ക് ഒരുപാട് പണിയുള്ളതല്ലേ. ഷർട്ട് ഊരിയിട്ട് 2 നിപ്പിള് കവേഴ്സ് ഇവിടെ ഒട്ടിച്ചു വെക്കണം. 1998 ഡിസംബറിലെ മഞ്ഞുള്ള ഒരു രാത്രിയിലാണ് അത് സംഭവിച്ചത്. എന്ത് സംഭവിച്ചത്? പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നിങ്ങളുടെ നിപ്പിള് കാണുമ്പോ എനിക്കും അങ്ങനെയൊക്കെ തോന്നൂലേ? അപ്പൊ ഇപ്പൊ എന്താ പറഞ്ഞ? സഹോദരിമാരെ, ഞങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് വികാരം വരാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത വികാരം വരുന്നുണ്ടല്ലോ. ഞങ്ങക്ക് കാണാൻ പറ്റിയില്ല. തമ്പ്ര കണ്ടോ സ്ത്രീകളെ കാണുമ്പോൾ ഈ നോട്ടം തന്നെ ശരിയല്ല. ഞാൻ ആരാണെന്ന് നോക്കിയതാ. അത് മാത്രമല്ല, മുട്ടിന് താഴെ ഇറങ്ങിയ കുർത്തയും അതിന് താഴെ ലൂസായിട്ടുള്ള മുണ്ടും മാത്രമേ ഞങ്ങൾ ഇടുള്ളൂ. കാരണം നിങ്ങളുടെ മറ്റേ കാണുമ്പോൾ ഞങ്ങൾക്കൊരു വികാരം വരുമല്ലേ? ഏത് ഇങ്ങനെ കഥ പറഞ്ഞ് ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് പകരം നീ എന്നെ ഒറ്റയടിക്കുന്നു കൊല്ലടാ. ഇങ്ങനെ ഇറക്കി ഒരു വീഡിയോ എടുത്താൽ പോരെ? ഞാൻ എന്ത് നൊട്ടേറ്റ് ചെയ്താലും ഈ നിപ്പിള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് റീച്ച് കൂട്ടില്ലേ? വയർ എന്റെ ഭാര്യ എന്തുടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. താൻ അവളെ സാരി ഉടുപ്പിക്കാൻ നടന്നാലുണ്ടല്ലോ, തന്റെ മോണ ഇടിച്ച് കിമോണയാക്കും. വീഡിയോസ് എടുക്കുമ്പോൾ എന്ത് തന്നെ നൊട്ടേറ്റ് ചെയ്യണമെങ്കിലും ഞാൻ അതാ ഇങ്ങനെ നിന്ന് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിനെ റീച്ച് കൂട്ടി വൈറലാക്കുമല്ലോ. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്! പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ ആഭാസൻ. നിപ്പിള് കണ്ടാൽ, പൊക്കിള് കണ്ടാൽ, ക്ലീവേജ് കണ്ടാൽ ആ സ്ത്രീകളെ നമുക്ക് വായി തോന്നിയത് മുഴുവൻ പറയണം. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. എന്ത് പറയുന്നു? നീ പോയിക്കോ. മനഃശക്തി വേണടാ, മനഃശക്തി. നമ്മുടെ അവകാശമാണ്. ആൻഡ് നിങ്ങളുടെ നിപ്പിളും മറ്റേ സാധനമൊക്കെ അങ്ങ് കട്ടും ചെയ്ത് കളയണം. കാരണം മനഃശക്തി തരണേ.